ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. ഒരു ബുക്കിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടൊന്ന് ഒരുങ്ങിയതാണ്. അപ്പോൾ ഞാൻ ബുക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എന്ത് പറയണം, എങ്ങനെ തുടങ്ങണം എന്ന് യാതൊരു ഐഡിയ ഇല്ല. അതിനെക്കുറിച്ച് പാളിച്ചകളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ബുക്ക്. ഇതിൻ്റെ പിന്നെ ഇൻട്രോ വീഡിയോ, എന്നെ പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, അതുപോലെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എല്ലാം ഞാനൊരു നെക്സ്റ്റ് വീഡിയോയിൽ എൻ്റെ രൂപം കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും വീട്ടിലും ഇത്രയും ഒരുങ്ങി കിട്ടി വല്ല ചന്ദ്രമഴ സീരിയലത്തെ പോലെയാണോ നടക്കുന്നതെന്ന്. അങ്ങനെയല്ല, ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരുങ്ങി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, സെയിം പേരിൽ തന്നെ, ലൈഫ് റേഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ തന്നെയാണ് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് കാലമായി. പിന്നെ ഓൾറെഡി എനിക്ക് വേറൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഫോണ് ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് നല്ലൊരു ഫോൺ സെറ്റാക്കിയതിന് ശേഷം യൂട്യൂബ് ചാനലിൽ ലോങ് വീഡിയോസൊക്കെ കാര്യമായിട്ട് ഇടാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു സുദിനം വന്നെത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ആ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളതൊക്കെ പോയി കണ്ടിട്ട് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പത്തിരി മുട്ടക്കറിയാണ്. ഞാൻ ആദ്യം മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്രദറിനോട് ചോദിച്ചപ്പോൾ എനിക്കത് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനിങ്ങനെ വേറൊരു തരം കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഈ ഒരു പരിപാടി ഞാൻ ഉമ്മാനെ ഏൽപ്പിക്കാനുള്ള കാരണം, ഇതിങ്ങനെ റൗണ്ടാക്കിയിട്ട് പരത്താൻ വേണ്ടിയിട്ട് ഒരു കഴിവ് ദൈവം എനിക്ക് ജന്മന തന്നിട്ടില്ല. ചപ്പാത്തി ഓക്കെയാണ്, പക്ഷേ പത്തിരി എനിക്ക് ഈ ഒരു റൗണ്ടാക്കി എടുക്കാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. അപ്പോൾ ഉമ്മയാണ് അത് ചെയ്യുന്നത്. നമ്മൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുന്ന സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി തുടങ്ങുക. ഏകദേശം 8 മണി, 1 മണിക്കൂറിൻ്റെ അകത്ത് തന്നെ നമ്മളെല്ലാ ജോലികളും തീരും. കാരണം നമ്മൾ ആകെ കുറച്ച് പേരേ ഉള്ളൂ, വളരെ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഇത് എൻ്റെ വീട്ടിൽ വാങ്ങിച്ചിട്ടുള്ള പുതിയ തവയാണ്. ഇങ്ങനത്തെ പുതിയ പുതിയ സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഞാൻ വരുന്ന സമയത്താണ് കേട്ടോ. ഞാൻ വരുമ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യാറുള്ളത് ഞാൻ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനത്തെ പുതിയ പുതിയ പാത്രങ്ങൾ എല്ലാം ഞാനെടുത്ത് യൂസ് ചെയ്യും. വീട്ടിൽ എല്ലാ വീട്ടിലത്തെയും പോലെ തന്നെ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റമാണ്. പുതിയതൊക്കെ ആരെങ്കിലും വരുമ്പോൾ മാത്രമേ പുറത്തേക്ക് ഇറക്കാറുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കറി കേട്ടോ. ഇത് കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ്. ഞാൻ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മൾ ആകെ 3 പേരേ ഉള്ളൂ. അതിൽ ഒരാൾ വളരെ കുറച്ച് കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടെ വന്നാൽ ഏറ്റവും രസമുള്ള പരിപാടിയാണ് രാവിലെ ഇങ്ങനെ നമ്മൾ സംസാരിച്ച് ഇങ്ങനെ കുറേ നേരം ഒരുമിച്ച് അടുക്കളയിൽ കുക്ക് ചെയ്യാനൊക്കെ ഉള്ളത് കേട്ടോ. ഇവിടെ ഞാൻ ഇവനെ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇതെൻ്റെ മകനാണ് കേട്ടോ, 5 years ഓൾഡാണ്. അപ്പോൾ ഒറ്റയ്ക്ക് കഴിച്ച് പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവനെ ഇവിടെ പിടിച്ചിരുത്തിയിട്ടുള്ളത്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏത് വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു വീഡിയോൻ്റെ അവസാനം ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇനിയും ഒരുപാട് വീഡിയോസ് വരുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.